63 വയസ്സുള്ളൊരു ലേഡി സ്ട്രോക്കുമായിട്ട് ഇവിടെ വന്നിട്ട് 17 ദിവസം അവർ റിഹാബ് ചെയ്ത് 18ാമത്തെ ദിവസം ഇൻഡിപെൻഡൻറ്റ് വാക്കിങ്ങിൽ അവരെ ഡിസ്ചാർജ് ചെയ്ത ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളി ഇപ്പോൾ ഈ മെഡിക്കൽ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ട് ജോലി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കണ്ട് ഫേസിലുള്ള ഡീവിയേഷൻ, അപ്പർ ലിംബിൽ വീക്ക്നെസ് കാര്യങ്ങൾ കണ്ടപ്പോഴേക്കും അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് പുള്ളിക്ക് മനസ്സിലായി സ്ട്രോക്കാണെന്നുള്ളത്. വരുന്ന സമയത്ത് പിന്നെ ഏകദേശം വീൽ ചെയറിലാണ് പേഷ്യൻ്റ് നമ്മൾ ഫസ്റ്റ് കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഡോക്ടർ അനീഷ് ഉൾപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് PMR ടീം അവരെ കൺസൾട്ട് ചെയ്യേണ്ടായി. മസിൽ പവറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3+ അല്ലെങ്കിൽ 4- ഒക്കെ മസിൽ പവർ കാര്യങ്ങളുണ്ട്. ടോൺ നോർമലായിരുന്നു, മസിൽ ടോൺ കാര്യങ്ങൾ നോർമലായിരുന്നു. സ്വാഭാവികമായിട്ടും സാർ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പതിയെ സപ്പോർട്ടിൽ നടക്കാൻ പറ്റുമല്ലോ ഇത്ര പവർ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അവർക്ക് അപ്പോൾ ആ സമയത്ത് ഒരു വെർട്ടിഗോ കാര്യങ്ങൾ, ബാലൻസുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നിൽക്കുമ്പോഴേക്കും തന്നെ വീഴാൻ പോകുന്ന രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഒന്നും നമുക്ക് പറയേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ 2 വീക്സ് നോക്കാം, എന്നിട്ട് ഫർദറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ പറഞ്ഞത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആയുർവേദ, ഫിസിയോതെറാപ്പി, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒക്കുപേഷണൽ തെറാപ്പി ഇവിടെ ചേർത്തിട്ടുള്ളത്. അവർ MRI റിപ്പോർട്ടിൽ ലെഫ്റ്റ് MCA ഇൻഫാക്റ്റ് ആയിരുന്നു. എങ്കിൽ സ്പീച്ചിലും സോളോയിങ്ങിലും ഒന്നും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി സ്ട്രോക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഈ പറഞ്ഞ ആസ്പിരിൻ പോലത്തെ ബ്ലഡ് തിന്നിങ് ഇങ്ങനത്തെ കുറച്ച് മെഡിസിൻ ഓൾറെഡി അവർക്ക് പിന്നെ കോമോർബിഡിറ്റീസ് ഉണ്ടായിരുന്നു. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡിമിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മെഡിസിൻ ഓൾറെഡി അവർ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റിഹാബിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഇന്ത്യൻ മെഡിസിൻ കാര്യങ്ങൾ, അത് മോഡേണിലുള്ളതുണ്ടാവും, ആയുർവേദം കൂടെ ഉണ്ടാവും. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ ഒരു എഫേർട്ട് തന്നെ എന്ന് പറയാം. ഏകദേശം ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു മിനിമൽ സപ്പോർട്ടിലൊക്കെ നടക്കാനായി. ഏകദേശം ഒരു 16-17 ദിവസം ആയപ്പോഴേക്കും തന്നെ പേഷ്യൻ്റ് വിത്തൗട്ട് സപ്പോർട്ടിൽ നടക്കാനുള്ള പാകത്തിനായി. വെർട്ടിഗോ കാര്യങ്ങൾ, ബാലൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. വളരെ സന്തോഷകരമായിട്ട് ഡിസ്ചാർജ് ചെയ്തു നമ്മൾ. ഇത് ശരിക്കും നമ്മളൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്.